ആ പേരന്റെ ഉള്ളിൽ നിന്നിട്ട് എങ്ങനെയാ ഫോൺ വിളിക്കുക? എന്റെ അമ്മായിമ്മ ഇല്ലേ ഇവിടെ? അതൊക്കെ നോക്കിയിട്ടല്ലേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ആ ഇന്നലെ ഞാനും ഉമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോയിന്ന്. ഇവിടെ നോക്കീനാ? ആ ഇന്നിപ്പോ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ, എവിടെ പോയി? അതെന്തായാലും നന്നായുള്ളൂ. ഞാൻ ഇവിടെ നിന്നിട്ടും ഈ അപ്പുറത്ത് നിന്നിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ ഞാൻ അതാവും. അത് കണ്ടിട്ട് എല്ലാവർക്കും സംശയം തോന്നണ്ട. ഇക്ക അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലും. നല്ല ഫ്രണ്ടിന്റെ ഭാര്യനെ പ്രേമിക്കുന്ന ഒരാളെ പൈസ ഒന്നും റെഡി ആയിട്ടില്ല. പിന്നെ ഇക്ക കുറച്ച് പൈസ നോമ്പിന് വെച്ചിട്ട് അയച്ചിട്ടുണ്ട്. അത് നോക്കട്ടെ, ഇടാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇട്ടുതരാം. ആ ഇല്ലില്ല. ഈ പെണ്ണ് എവിടെയാണ്? താരത്തിന് നീച്ചണ്ട് കിടന്ന പിന്നെ ഓളെ ഈ പരിസരത്തൊക്കെ ഒന്നും കാണൂല. ആ അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടല്ലോ. ആരാണ് ഇങ്ങനെ വിളിക്കണാവോ? എന്റെ അമ്മായിമ്മ നോക്കണ്ട അവിടെ നിന്നിട്ട് ഞാൻ ആർക്കാ ഫോൺ വിളിക്കണെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതാവും. ഞാൻ ഫോൺ വെക്കട്ടെ എന്നാല്. ആ ശരി, എന്നാ ഞാൻ വിളിക്കാം. ആ ആരാണ് വിളിച്ചീന്ന്? അത് ഇക്കാണുമ്മ. എന്റെ ഓൻ വിളിക്കണ്? വെറുതെ വിളിച്ചതാ? ആ അതോ, പണിക്ക് പോവുകയാണേ, അപ്പൊ വെറുതെ വിളിച്ചതാണ്. അല്ല, ഓൻ പൈസ എന്തേലും അയച്ചിക്കണാ? എന്റെ ഓനോട് ചോദിച്ചില്ലേ പൈസ അയക്കേണ്ട കാര്യമൊന്നും? ഇപ്പൊ നോമ്പല്ലേ, ഒരു സാധനം വാങ്ങിയിട്ടില്ലല്ലോ നമ്മളീ പെരന്റെ ഉള്ളില്. ഇല്ലേ, പൈസ അയച്ചിട്ടില്ല. ഈ മാസം ഉണ്ടാവൂല പറഞ്ഞ്. എന്താന്ന് അറിയില്ല, ഈ മാസം എന്തായാലും അയക്കൂല. പെരുന്നാക്കൊക്കെ ആയിട്ട് വേണമെങ്കിൽ അയച്ചുതരാ പറഞ്ഞു. അപ്പൊ നോമ്പിന് എന്താ ചെയ്യാ? ഞാനത് ചോദിച്ചു. നോമ്പിന് സാധനം ഇല്ലല്ലോ പെരന്റെ ഉള്ളില്. അപ്പൊ ഇക്ക പറഞ്ഞു ഇപ്പൊ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നാ പറഞ്ഞത്. ആ എന്നാ ഞാൻ പോക്കരാക്കാന്റെ കടയിൽ പോയിട്ട് വൈകുന്നേരം പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് അതപ്പൊ നടക്കുള്ളൂ. ഈ സാധനങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ പിന്നെ നോമ്പറക്കാനൊക്കെ നിക്കുക? ഒരു ഉറുപ്പ്യല്ലേ. കഴിഞ്ഞ മാസം പൈസ അയച്ചതൊക്കെ അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ടാണ് ചെലവായില്ലേ. ഇനി പോന ആ സമയത്ത് അയച്ചാ മതി. എന്തായാലും ഈ മാസം ലാസ്റ്റ് തരാന്ന് പറയാ പോക്കരാക്കാനോട്. നമുക്ക് പോക്കരാക്കാന്റെ കടയിൽ പോയിട്ട് വാങ്ങമ്മ സാധനങ്ങള്. പെരുന്നാക്ക് ഇപ്പൊ ഇക്ക പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്താ മതിയല്ലോ. പിന്നെ ഇനി ഇക്കാനോട് അത് ചോദിക്കൊന്നും വേണ്ട. ഇക്കാക്ക് ഒരു ചെയ്ത് സങ്കടാവൂട്ടാ. ആ ഇപ്പൊ എന്തായാലും രാത്രിക്കൊക്കെ ഈ ചോറുണ്ട് വെച്ചേക്കാം. അയക്ക് ഈ ചരങ്ങും താളിക്കാതെ അപ്പൊ നല്ല. ഇപ്പൊ കടിയൊന്നും ഉണ്ടാക്കണ്ട. കടിക്കുള്ളതൊക്കെ ഇനി വാങ്ങുമ്പോത്തിന് എത്ര ഒരു പൈസ ആവും. ഒന്നും വേണ്ട. കുട്ടിക്ക് അവിടെ നോമ്പറക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാണാവോ? അതിന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിലല്ലേ അപ്പൊ അതൊക്കെ ഉണ്ടാവുള്ളൂ. ആലോചിച്ചിട്ട് തന്നെ ഒരു പുടുത്തം കിട്ടണില്ല. ഞാനാണെങ്കിൽ വിളിക്കണ്ടെന്ന് പറയും ചെയ്ത് ഇനി വിളിച്ചിട്ട് ഇനി ഓനക്കൊരു സങ്കടം തോന്നണ്ട. താത്താ. ആരത്? ജമീലേ? എന്താടി നേരം വെക്കുമ്പോ തന്നെ ഈ വൈക്കൊക്കെ? ഒന്നല്ലേ, ഞാൻ നിങ്ങളെ അടുത്തേക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഞാന് 500 ഉണ്ടാവും നിങ്ങളെ അടുത്ത് എടുക്കാന്. വൈകുന്നേരത്തിന് സാധനം വാങ്ങാനൊന്നുമില്ലേ. ചെക്കനോട് പറഞ്ഞപ്പോ ഓന്റെ അടുത്ത് ഒരു ഉറുപ്പില്ലാന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ നിങ്ങളെ അടുത്ത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് തരാ.
ഓനക്കാണെങ്കി ഇപ്പൊ ഓട്ടൊന്നുമില്ല, ഓട്ടൊക്കെ കുറവാണ്. 500? പൊന്നാറുണ്ട് മളെ, 500 പോയിട്ട് ഒരു 10 ഉറുപ്പ്യ പോലും എന്റെ അടുത്ത് എടുക്കാനില്ലടി. ചെക്കനാണെങ്കി ഈ മാസം പൈസ അയച്ചിട്ടില്ലേ. ഇനിയിപ്പൊ എന്താ കാട്ടുക? തന്നെ ഇപ്പൊ എന്താ ചെയ്യ അറിയില്ല. ഞാൻ റുക്യാത്താന്റെ അടുത്തേറ്റ് എന്താണാവാ ഒന്ന് ചോദിച്ചു നോക്കണം. ആ താത്ത എപ്പഴാ വന്ന്? ഞാനിതടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. പണികളൊക്കെ കഴിഞ്ഞ് എന്നിട്ടോ? ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തുക്ക് പോയതാ? ആ പണിയോളും ഇതാ കഴിയുന്നു. ആര്? ഓളോ? ഓളോ ഒരു പണിക്കും വരൂല. അത്താഴത്തിന് നീച്ച് കഴിഞ്ഞാൽ കിടന്നാ പിന്നെ ഓളെ ഈ വൈക്കൊന്നും കാണൂല. ഞാൻ തന്നെയാണ് എല്ലാ പണികളും എടുക്കല്. എന്നിട്ട് ഓളോടാ പണിയോളം കഴിഞ്ഞൊന്നും ഒഴിക്കണിക്ക്. ഉമ്മ വെറുതെ പറയാട്ടാ, എല്ലാ പണിക്കും ഞാൻ കൂടലൊക്കെ ഉണ്ട്. ഇന്ന് ഒരു ദിവസം ഉമ്മ അടുക്കളയിൽ കയറിയിട്ട് എല്ലാം ഉണ്ടാക്കി. അതിനാണ് പറയുന്നത്. എടുക്കും. ഞാനൊരു 500 ഉറുപ്പ്യ ഉണ്ടോ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അന്റെ അടുത്തേറ്റ് ഉണ്ടോ പൈസ? ഓൻ അയച്ചത് പൈസ ഇല്ലല്ലോ. ഇപ്രാവശ്യം പൈസ ഒന്നും അയച്ചിട്ടില്ലേ. അതേപ്പോ ഞാൻ അമ്മാനോട് പറഞ്ഞോട് നിക്ക. ഇനി പെരുന്നാളാകുമ്പോഴേ അയക്കുള്ളൂന്ന്. എന്താ ഇനിയിപ്പോ ചെയ്യാ? അത് ഉമ്മ ഇപ്പൊ പറഞ്ഞു, ഓൻ ഈ മാസം അയച്ചിട്ടൊന്നുമില്ല. കഴിഞ്ഞ മാസമായിട്ട് അയച്ചയിലുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. മുനീറില്ല അവിടെ? ഇല്ലേ, ഓൻക്ക് ഓട്ടം ഓടാനൊന്നുമില്ല. ആരെങ്കിലും ആൾക്കാര് വിളിച്ചാലല്ലേ ഉള്ളു പണി ഉണ്ടാവുക. ഇതാവൂല്ല. മനസ്സ് എടങ്ങറയിക്കണ്. പിന്നെ അത് മാത്രല്ല, ഓൻക്കൊരു കല്യാണാലോചന ഒക്കെ നോക്കീന്ന് ഞങ്ങള്. അത് ഇന്നലെ ഒന്ന് പോയി നോക്കീന്ന്. അതെ, കല്യാണോ? ഓനൊന്നും കണ്ടപ്പോഴൊന്നും പറയൊന്നും ചെയ്തില്ല. ഓൻക്ക് പറ്റിയിട്ടില്ലേ. ഇനി ഓന്റെ മനസ്സിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു നോക്കി. ഞങ്ങൾക്ക് ആരോടേലും ഇഷ്ടമുണ്ടോന്ന്. ചെക്കനാണെങ്കിൽ തൊള്ള തുറന്ന് പറയില്ല. മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കും. അത്ര തന്നെ. എന്നാ രണ്ടാമത് വർത്താനം പറഞ്ഞോടി, ഞാൻ അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്റെ പണികളൊക്കെ കഴിഞ്ഞടി? അടിക്കലും തുറക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വെച്ചുണ്ടാക്കാനല്ലേ. അതിനാണ് ഇപ്പൊ ഒന്നുമില്ല. ഞങ്ങള് പറഞ്ഞ പോലെ പോക്കരാക്കാന്റെ കടയിൽ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കണം പറയാൻ. എന്നെ നല്ലത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് തരാ പറഞ്ഞാളാ. ഒക്കെ ശരിയാവൂടി. ഓനക്ക് പണിയൊക്കെ ഉണ്ടായിക്കോളും. നിജ അത് ആലോചിച്ചിട്ട് ബേജാറാവണ്ട. എന്തായാലും ഞാനാണ് പോയോക്കട്ടെ. എന്നാ ഞാൻ പോക്കരാക്കാന്റെ കടയൊക്കെ ഒന്ന് പോയോക്കട്ടെ. അന്ന് ചെല്ലുന്ന കട അടക്കുമ്പോത്തിന് വേഗം ചെല്ലേ. ആടി ആയിക്കോട്ടെ. നമ്മൾ അതേപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരന്നെ നമ്മക്ക് ചുറ്റിലും ഉള്ളത്. ആരും സഹായിക്കാനും ഇല്ല, ഒന്നിനും ഇല്ല. കൊറേ ആൾക്കാർ വിചാരിക്കും എന്താ മകൻ ഗൾഫിലല്ലേ, അപ്പൊ പിന്നെ പൈസ ഇല്ലാതിരിക്കും. മകന്റെ അവസ്ഥ ഇപ്പൊ ഇതല്ലേ. ആരോടും പറയാതിരിക്കുക നല്ലത്. പെണ്ണിനോട് വന്നിട്ട് മുറിക്കാൻ പറ. ഞാൻ പോയിട്ട് അകൊക്കെ ഒന്നും അടിച്ചോരിടട്ടെ. ഓളെ മുറിക്കാൻ. എപ്പെങ്ങാനും കേറിയതാണ് ആ ഒരു മുറിനുള്ളില്. കല്യാണാലോചന നടക്കുന്ന കാര്യം നിന്നോട് വിളിച്ചപ്പോ പറയാഞ്ഞി. വിളിച്ചോക്കട്ടെ. അമ്മപ്പ അവിടെ ഓന്റെ മണിയിട്ട് വർത്താനം പറയല്ല. ഹലോ. ഞാൻ പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ. 5000 രൂപ ഉള്ളൂ. ഇക്ക അവിടെ നോമ്പിന് ചെലവിന് അയച്ച പൈസയാണ്. അതാണിപ്പോ ഞാൻ അണക്ക് തരുന്നത്. അന്റെ ഉമ്മ ഉണ്ട് ഇവിടെ. പൈസ 500 ഉറുപ്പ്യ ഉണ്ടോന്നൊക്കെ ചോദിച്ചെങ്ങാണ്ട് വന്നിക്കണ്. എന്തിനാണ്? തന്നെ. അതേറ്റ് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കോ. ഇനിയിപ്പോ എന്തായാലും ഈ മാസം ലാസ്റ്റ് ആവുമ്പോത്തിന് ഇക്ക പൈസ അയച്ചു തരും, പെരുന്നാളൊക്കെ അടുപ്പിച്ചിട്ട്. അല്ല, കല്യാണം നോക്കണ്ട് പറഞ്ഞു ഉമ്മ. എന്നിട്ട് എന്താ എന്നോട് പറയാഞ്ഞി? അത് ഉമ്മ പറഞ്ഞു എനിക്ക് പറ്റണില്ലന്നൊക്കെ. ഞാനാകെ പേടിച്ച്. ഇനിയിപ്പൊ കല്യാണം കൂടി നോക്കി, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം പെണ്ണ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ? ഞാനോ വന്ന് കുടുങ്ങി.
അറിഞ്ഞോണ്ട് ചാടിയതല്ലല്ലോ. ഇഷ്ടപ്പെട്ട ഒരു കല്യാണം കഴിഞ്ഞില്ല. ഇക്ക് ഞാൻ എന്റെ കൂടെ തന്നെ ജീവിച്ചാ മതി. ഇങ്ങനൊക്കെ പോണു, കൊഴപ്പൊന്നുമില്ല. ഇന്ന് കാണേ നല്ല കഥായി. എവിടെ അങ്ങണ്ടാ പ്ലാവിന്റെ അടുക്കോ? ഞാൻ നോക്കട്ടെ, അമ്മ ഉറങ്ങിയ സമയത്ത് ഞാൻ വരാൻ നോക്കാം. എന്തിനാണ്? ഡ്രസ്സോ? എനിക്കിപ്പോ ഡ്രസ്സൊന്നും വേണ്ട. ഞാൻ ആ തന്ന പൈസ ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കോ. ഇനിയിപ്പൊ അതിന് നിക്കൊരു ഡ്രസ്സ് എടുക്കാൻ നിക്ക, അതൊന്നിനും ഉണ്ടാവൂല. ഇക്ക എന്തായാലും ഇവിടുത്തെ ഇക്ക വാങ്ങി തരും. പിന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വാങ്ങും. അതുപോലെയാണോ? ഇനിയിപ്പോ പൈസ അയച്ചിട്ട് എന്റെ കയ്യിൽ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാനൊരു പാന്റ് ഷർട്ടൊക്കെ ഞാൻ എടുത്തുതരാം. ഈ പെണ്ണ് ഈ ഒരു മുറിയും പൂട്ടിങ്ങാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇതിനുള്ളിലൊന്നും അടിച്ചോരൊന്നും വേണ്ടേ? എന്ത് പാവം. നല്ല പാവമൊന്നുമല്ല. ഗൾഫിൽ അധ്വാനിക്കുന്ന വെച്ചിട്ട് എനിക്ക് മാത്രം ഉള്ളതൊന്നുമല്ലല്ലോ. ഓലെ ഉമ്മാക്കും ഓൽക്കും എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിട്ട് തന്നെയല്ലേ. എനിക്ക് വേണ്ടിട്ട് ഇപ്പൊ എന്താ ഒറ്റക്ക് ഉണ്ടാക്കണത്? എനിക്ക് ഈ ഗൾഫിലുള്ള ആൾക്കാരൊന്നും എനിക്കിഷ്ടല്ല. പിന്നെ എന്നാ ശരി, എന്നാ ഉമ്മ പൊയ്ക്കണാവോ? എന്നോട് എന്ത് പറയണ്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അമ്മായിമ്മ. രണ്ടമ്മായിമാരാണ് അവിടെ നിന്ന് സംസാരിച്ചിരുന്നത്. ആ ശരി എന്നാട്ടോ, ചെലപ്പം കേട്ടുങ്ങാണ്ടേറ്റ് വരും. എന്തായാലും ഞാൻ അയച്ചിക്കണ പൈസ. ശരി. ശരി. അപ്പൊ ഇപ്പോഴും കാരണാണല്ലേ എന്റെ കുട്ടി പൈസ അയച്ചിട്ടും പൈസ അയച്ചിട്ടില്ല എന്നോട് പറയുന്നത്. അങ്ങോട്ട് ഇറങ്ങി വരട്ടെ, ആരാന്നുള്ളത് നോക്കന്നെ വേണല്ലോ. എനിക്ക് ആ മരുഭൂമിയിൽ എന്റെ കുട്ടി കിടന്ന് കെതിയിടുകയാണ്. അപ്പൊ ഓള് ഇവിടെ സുയിച്ച് വാഴല്ലേ. ആരാന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. എന്തമ്മ ഫ്രിഡ്ജില് നോക്കണേ? ഞാനേ കറി വെക്കാനൊക്കെ എന്തേലും ഉണ്ടോ നോക്കേനു. ഞാൻ ഒന്ന് ബാത്റൂം പോയിട്ട് വരാം. ഇതിക്ക് പാര മെസ്സേജ് ഒക്കെ അയക്കണം. ശരി, മുനീറാണല്ലേ. സ്വന്തം കൂട്ടുകാരനെ തന്നെ ചതിക്കാണല്ലോ. ഒപ്പം നടന്നത് സ്വന്തം കൂട്ടുകാരന്റെ പെണ്ണുങ്ങളെ 5000 ഉറുപ്പിക ഇട്ട് കൊടുക്കും ചെയ്തിക്കണ്. എന്റെ കുട്ടി പൈസ അയച്ച് ഒരു വരത്തുള്ളൂ. എന്താ എന്റെ ഫോൺ നോക്കിയാണ്ടിക്കണ്? അതേക്കാരം മെസ്സേജ് അയച്ച് നോക്കാൻ വേണ്ടിട്ട് എടുത്തതാണ്. മെസ്സേജോ? ഇക്ക അയച്ചതേക്കാരം. ഇങ്ങോട്ട് തന്നാളി. അങ്ങോട്ട് ഇപ്പൊ തരുന്നില്ലെങ്കിലോ? ഇജും മുനീറും തമ്മിലുള്ള ബന്ധം എന്താടി? ഇന്റെ കുട്ടി ആ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി പൈസ അന്നോട് ആരാടി ഓനിക്ക് എടുത്തു കൊടുക്കാൻ പറഞ്ഞത്? 5000 ഉറുപ്പിയാണ് കൊടുത്തിക്കണ്. നോമ്പറക്കുമ്പോ ഒരു സാധനം ഉണ്ടടി ഇതിന്റെ ഉള്ളില്. അത് ചെലവിന് അയച്ച പൈസ അല്ലേ. അത് ജോലിക്ക് എടുത്തിട്ട് കൊടുത്തല്ലോ. എന്നാലും അതിനൊക്കെ സമ്മതിച്ചിക്കണ് ഞാൻ.
എന്താടി എനിക്ക് നാവൊന്നുമില്ല പറയാന്. എന്താണ് ജോണും തമ്മിലുള്ള ബന്ധം എന്നാ ഞാൻ ചോദിക്കണത്. ആ, നിങ്ങൾ അറിഞ്ഞൊക്കെ സത്യം തന്നെയാണ്. ഞാനും ഓനും തമ്മിൽ ഇഷ്ടത്തിലാണ്. നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് എങ്ങനെയാടി തോന്നിയത്? അന്റെ ഈ തോന്നിവാസേ ഇനി ഈ പെരന്റെ ഉള്ളിൽ നടക്കാൻ ഞാൻ അയക്കൂല. ജോന്റെ പിന്നാലെ തന്നെ പോയിക്കോ. ഇവിടെ നീ നിക്കണ്ട ആവശ്യമില്ല. എന്റെ മകനും ചതച്ചിങ്ങാണ്ട്. എനിക്ക് വേണ്ടിട്ട് മാത്രമൊന്നുമല്ല നിങ്ങളെ മകൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോട്ടെ. ഇവിടെ നാട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ? ഗൾഫിലൊക്കെ പോയി നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എനിക്ക് എന്തായാലും ഓനെ ഇഷ്ടാണ്. പിന്നെ ഈ നോമ്പൊക്കെ കഴിഞ്ഞ എന്തായാലും ഞാൻ ഓന്റെ കൂടെ ജീവിക്കും. ഇനി അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും വേണ്ട. എടി അനക്ക് എങ്ങനെയടി തോന്നിയത് ഈ പുണ്യ മാസത്തിൽ തന്നെ എങ്ങനത്തെ ഒക്കെ തോന്നിവാസം കാട്ടാന്? അല്ല ഞാൻ സമ്മതിച്ചിക്കണ്. പെരക്കാര് പഠിപ്പിച്ചിട്ട് പഠിപ്പേക്കാരേ. ഇന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഞാൻ എന്റെ കാര്യത്തിൽ ഇടപെടാനൊന്നും വരുന്നില്ല. വേഗം പോവാൻ നോക്ക്. പാവം എന്റെ കുട്ടിയുടെ ജീവിതമാണ് ഓളായിട്ട് ഇല്ലാതാക്കിയത്. അതിന്റെ ചോരയിൽ ഒരു കുട്ടി ഇല്ലാത്തത് ഓന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഇവനെയും സഹിക്കേണ്ടി വന്നീന്. പഠിച്ചോനെ, എന്തൊക്കെയും ഉണ്ടാവാൻ പോണെന്ന് ആർക്കറിയാം. ഞാൻ എന്തായാലും ഓനക്ക് വേഗം വിളിക്കട്ടെ. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോ കാര്യമില്ല. ഇന്ന് തന്നെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. ആ, ഹലോ. ആകെ പ്രശ്നായടാ. എന്റെ അമ്മായിമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിക്കണു. ഇനിയിപ്പൊ എന്റെ അമ്മാനോട് ഇതൊക്കെ പറഞ്ഞിട്ടാണ് നിന്നീന്ന്. ഞാൻ ബാത്റൂമിൽ പോയപ്പോ ഫോൺ എടുത്ത് നോക്കിയിരിക്കണ്. ആ ഫോണിൽ അനക്ക് അയച്ച മെസ്സേജും പൈസ അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും എല്ലതും ഉണ്ടായിക്കണു. പിന്നെ എന്ത് ചെയ്യണു? ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞിക്കണു എനിക്ക് എന്നെ ഇഷ്ടാണ്, ഞാൻ എന്റെ കൂടെ ജീവിക്കുള്ളൂ എന്നൊക്കെ. പിന്നെ ഞാൻ എങ്ങനെ പറയാ? നമ്മ തമ്മിൽ ഇഷ്ടത്തിൽ തന്നെ അല്ലേ? നടക്കൂലാന്നോ? കാരണം എന്താ? എടാ, എന്റെ കല്യാണം കഴിഞ്ഞിക്കണെന്ന് അറിഞ്ഞിട്ടന്നല്ലേ ഈ എന്നെ സ്നേഹിച്ചത്. പിന്നെ ഈ എന്തപ്പ ഇങ്ങനൊക്കെ പറയുന്നത്? ഓ, അന്റെ ഭാവിയില്ലേ? അന്റെ ഭാവി ഞാനായിട്ട് കളയാണ്. എടാ, ഈ എന്ത് വർത്താനാ ഈ പറയുന്നത്? എല്ലാ കാര്യങ്ങളും അറിഞ്ഞോണ്ടന്നെയല്ലേ ഇത്രയും കാലം കണ്ടതും ഇഷ്ടപ്പെട്ടതും ഫോൺ വിളിച്ച് സംസാരിച്ചതും ഒക്കെ. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ഞാൻ എങ്ങനെ പോവാ? അപ്പൊ കുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് നോണേനില്ലേ? അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ വിചാരിച്ചേക്കണത്. അപ്പൊ ഞാൻ തന്നീന്ന പൈസ അതൊക്കെ എനിക്ക് തിരിച്ചു വേണം. നിന്റെ മാപ്പിള കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ് അത്. അത് ഈ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ മാപ്പിളക്ക് വില ഉണ്ടോ ഇല്ല എന്നുള്ളത്. എനിക്ക് തന്നേ പറ്റുള്ളൂ ഈ പൈസ. ഹലോ, ഹലോ. സ്വിച്ച് ഓഫ് ആക്കി വെച്ച്. എന്താ പഠിച്ചോനെ ഞാൻ കാട്ട് വിളിച്ചിട്ടൊരു എന്താടി നിന്ന് മോങ്ങണ്? ഓന്റെ പിന്നാലെ പോണൊന്നില്ലേ? ഇമ്മ ഞാൻ അറിഞ്ഞില്ല ഒന്നെ ചതിക്കാണ് എന്നുള്ളത്. ഇമ്മ ഇക്കാനോട് പറയില്ല. ഇമ്മ എനിക്ക് പോവാൻ വേറൊരു സ്ഥലവും ഇല്ല. എന്റെ ഇപ്പ ഇന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലും. ആ, ഓനക്ക് പന്നെ വേണ്ടല്ലേ? എടി, ഓൻ എങ്ങനെയടി എന്നെ കെട്ടുക? ഒരു കല്യാണം കഴിഞ്ഞൊരു പെണ്ണിനെ, അതും കെട്ടാത്തൊരു ചെക്കൻ. ഇത് എന്ത് കണ്ടിട്ടടി ഓന്റെ പിന്നാലെ നടക്കണ്? നമുക്ക് ഓനെ പറ്റിട്ട് എന്തെങ്കിലും അറിയോ? കള്ളും കഞ്ചാവും വലിച്ചങ്ങാണ്ട് നടക്കണ ഓനൊക്കെ ഇജ്ജ് നല്ലൊരു ജീവിതാണ് വിചാരിച്ച് ഇല്ലാതാക്കണത്. ഞാൻ പോവാൻ നോക്ക് ഇവിടുന്ന്. എങ്ങണ്ട അമ്മ ഞാൻ പോവാ? അനക്ക് വേറെ എവിടേക്കും പോവാല്ല എന്നുള്ളതേ എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അന്റെ നാള് ഞങ്ങണ്ടല്ലോ ജീവിച്ചിരിക്കണ്. ആട് പോയിക്കോ. ഇതിന്റെ ഉള്ളിൽ ഇജ്ജ് നിക്കന്നെ വേണ്ട.
ഇമ്മ ഈ ചിഞ്ഞ ഒന്നും പറയണ്ട, എനിക്കിട്ട് ഒന്നും കേക്കും വേണ്ട. ഇറങ്ങാൻ നോക്ക് ഇവിടുന്ന്. ഇമ്മ എന്ത് കാട്ട് ഞാന്. നല്ലൊരു സുഖമുള്ള ജീവിതം ഞാനായിട്ട് ഇല്ലാതാക്കിയത് അത് ഈ ഒരു പുണ്യ മാസത്തില്. എനിക്ക് ഇതിന്റെ കേടേന്നു. ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്റെ പെരേക്ക് കേറ്.